നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കരുനാഗപ്പള്ളി നഗരസഭയിൽ ശുചീകരണ തൊഴിലാളികളെ പിരിച്ചുവിട്ടു. നടപടിയിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ പണിമുടക്കി. മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലായിരുന്നു സൂചനാ പണിമുടക്ക്. മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ ഉപദ്രവിച്ചു. കേസിൽ പ്രതിപിടിയിൽ. കരുനാഗപ്പള്ളി സ്വദേശി അൻഷാദിനെയാണ് ശൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ്. പത്തനാപുരം പുന്നല കടശ്ശേരി ഫോറസ്റ്റ് പരിധിയിൽ ഭീതിയിലാഴ്ത്തി കാട്ടാനക്കൂട്ടം. വൈദ്യുതി വേലി കൊണ്ടും ഫലമില്ല. വൈദ്യുതി വേലിയും കിടങ്ങും സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. വന്യമൃഗങ്ങൾ നാശം വിതയ്ക്കുന്ന കാർഷിക വിളകൾക്ക് നഷ്ടപരിഹാരവുമില്ല. മുഖത്തല സ്വദേശിനിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പുന്തലത്താഴം സ്വദേശി അമ്പാടിയെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ 19കാരൻ ചടയമംഗലത്ത് അറസ്റ്റിൽ. അയത്തിൽ സ്വദേശി സജീറാണ് പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. കരുനാഗപ്പള്ളി നഗരസഭാ ജീവനക്കാർ പണിമുടക്കി. നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാർ പണിമുടക്കിയത്. മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലായിരുന്നു സൂചനാ പണിമുടക്ക്. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധിച്ചാണ് മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ സൂചനാ പണിമുടക്ക് നടത്തിയത്. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR വസന്തൻ ഉദ്ഘാടനം ചെയ്തു. മൂന്ന് നേരത്തെ ഭക്ഷണവും 2 നേരം ഓരോ ചായ കുടിക്കണമെങ്കിൽ എത്ര രൂപ ആവും? അത്രയും ചെലവ് വരുന്ന ജീവിത ചെലവ് വരുന്ന സാഹചര്യത്തിൽ വളരെ ചെറിയ കൂലിക്ക് ഏറ്റവും ദുഷ്കരമായത് എല്ലാവരും അങ്ങനെ ചെയ്യാൻ തയ്യാറാകാത്തതുമായ ജോലിയെടുത്തവരാണ്. അപ്പോൾ സർക്കാരിന്റെ നിർദ്ദേശമൊക്കെ വന്നപ്പോൾ CITU ഏരിയ പ്രസിഡന്റ് V ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. D ശ്രീകണ്ഠകുറുപ്പ് സ്വാഗതം പറഞ്ഞു. CITU ഏരിയ സെക്രട്ടറി A അനിരുദ്ധൻ, CPM ലോക്കൽ സെക്രട്ടറി പ്രവീൺ മനക്കൽ, മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സുബ്രഹ്മണ്യൻ, ത്യാഗരാജൻ, സജീവൻ, രാജീവൻ, രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വർണ്ണക്കൂടാരം അന്താരാഷ്ട്ര പ്രീ പ്രൈമറി വിഭാഗം ഉദ്ഘാടനം ചെയ്തു. SSK സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വർണ്ണക്കൂടാരം നിർമ്മിച്ചത്. പ്രീ പ്രൈമറി കുട്ടികളുടെ മാനസിക, ഭൗതിക, ശാരീരിക വികാസത്തിന് അനുയോജ്യമായി നിർമ്മിച്ച വിവിധ ഇടങ്ങളും ഉദ്ഘാടനം ചെയ്തു. അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് അന്താരാഷ്ട്ര പ്രീ പ്രൈമറി വിഭാഗമായ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തത്. SSKയുടെ സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വർണ്ണക്കൂടാരത്തിന്റെ നിർമ്മാണം. പ്രീ പ്രൈമറി കുട്ടികളുടെ മാനസികവും ബൗദ്ധികവും ശാരീരികവുമായ വികാസത്തിന് അനുയോജ്യമായി നിർമ്മിച്ച വിവിധ ഇടങ്ങളുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോവൻ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു. UP സ്കൂളുകളും LP സ്കൂളുകളും ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലാണ്. ആലപ്പാട് പോലെ വളരെ സെൻസിറ്റീവായ ഒരു ഏരിയ, ഒരുപക്ഷെ രാജ്യത്തിൻ്റെ തന്നെ അതിർത്തി, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഏഷ്യാ ഭൂഖണ്ഡത്തിൻ്റെ അതിർത്തി നമുക്ക് തന്നെ പറയാം. അത്തരം അതിർത്തി ഉള്ള ഒരു മനോഹരമായ പഞ്ചായത്താണ് ആലപ്പാട് പഞ്ചായത്ത്. ഈ ആലപ്പാട് പഞ്ചായത്തിൽ നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള ആളുകളുടെ ദീർഘകാലത്തെ പരിശ്രമത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ ജില്ലയിൽ ഒട്ടും പിറകോട്ട് പോകാതെ നല്ലതുപോലെ പരിചരിക്കുന്ന സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ ആലപ്പാട് പഞ്ചായത്തിലുണ്ട് എന്നുള്ളതാണ് സവിശേഷപരമായിട്ടൊരു കാര്യം. നല്ല ഹൈസ്കൂളുകളും നല്ല LP സ്കൂളും UP സ്കൂളും എല്ലാം ആലപ്പാട് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അഴീക്കൽ സ്കൂള് വളരെ പാരമ്പര്യമുള്ള ഒരു സർക്കാർ സ്കൂളാണ്. ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് U ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക സ്മിത KL സ്വാഗതം പറഞ്ഞു. വിവിധ അകം ഇടങ്ങളുടെ ഉദ്ഘാടനം ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഗീതാകുമാരി നിർവഹിച്ചു. കളിയിടം, ഹരിതയിടം എന്നിവയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ് നിർവഹിച്ചു. കൊല്ലം DPC GK ഹരികുമാർ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമ T, നിഷ അജയകുമാർ, ശ്യാംകുമാർ S, പ്രേമചന്ദ്രൻ T,
അപർണ മോഹൻ, അജയകുമാർ ആർ, എസ് ശ്രീകുമാർ, ആർ രശ്മി, പി ലിജിമോൻ, എസ് ബിനു, സതീശൻ, വിശ്വംഭരൻ, ശശികുമാർ എസ്, രാഖി, ദയാനന്ദൻ, ശ്രീജ എസ്, മുഹമ്മദ് സലീം ഖാൻ, നയന ജെ, സുജാരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഓച്ചിറ കളിക്കായി കളരി സംഘങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. പാട്ടത്തിൽ സുരേഷിന്റെ നേതൃത്വത്തിലുള്ള ഇടച്ചിരേത്ത് കളരിയിലും കളരി അഭ്യാസ പരിശീലനം പുരോഗമിക്കുകയാണ്. 50-ലധികം പേരാണ് ഇവിടെ കളരി അഭ്യസിക്കുന്നത്. മിഥുനം 1, 2 തീയതികളിൽ നടക്കുന്ന ഓച്ചിറ കളിക്കായാണ് വിവിധ കളരികളിൽ പരിശീലനം പുരോഗമിക്കുന്നത്. കളരി സംഘങ്ങളെല്ലാം തന്നെ സജീവമാണ്. ഓച്ചിറയിലെ കളരി സംഘങ്ങളിൽ പ്രമുഖമാണ് ഇടച്ചിരേത്ത് കളരി. പാട്ടത്തിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ 50-ലധികം യോദ്ധാക്കളെയാണ് സുരേഷ് കളരി പരിശീലിപ്പിക്കുന്നത്. കഴിഞ്ഞ 41 വർഷക്കാലമായി ഇദ്ദേഹം സജീവമാണ്. 43 വർഷം കൊണ്ട് ഓച്ചിറ അമ്പലത്തിലെ ഓച്ചിറക്കളിയോട് ഈ ഇടച്ചിരേത്ത് കളരിയിൽ 50-ൽ പരം പിള്ളേർക്ക് ശിക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓച്ചിറയുടെ വിദ്യ അഭ്യസിച്ചത് ഞങ്ങളിൽ നല്ല വേർവിട്ടുപോയ ഒരു അമ്പാ വിജയൻ എന്ന് പറയുന്ന ആശാനിൽ നിന്നാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ 4 വയസ്സ് മുതലും 2 വയസ്സും 4 വയസ്സും മുതൽ ഒരു 50-ൽ പരം കുട്ടികൾ എൻ്റെ കൂടെ കളിക്കാനുണ്ട്. അതിലൊരു പ്രത്യേകത, 2 വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ നേർച്ചയായിട്ട് വരുന്നുണ്ട്. 4 പെൺകുട്ടികളുമുണ്ട്. ഇനിയും ഒരു 10-30 പിള്ളേരോളം വരാനുണ്ട്. എല്ലാ വർഷവും കളിച്ചതിൻ്റെ കൂട്ട് തന്നെ ഈ വർഷവും പിള്ളേരെ എല്ലാം കുഞ്ഞുങ്ങളെ കൊണ്ട് നല്ല രീതിയിൽ കളിപ്പിച്ച് അവരുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാതെ തിരിച്ച് അവരെ കളിയെല്ലാം കളിപ്പിച്ച് തിരിച്ചിവിടെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. 1 മാസക്കാലം കഠിനവ്രതം അനുഷ്ഠിച്ചാണ് സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം യോദ്ധാക്കൾക്ക് പരിശീലനം നൽകുന്നത്. 2 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർ സുരേഷിന്റെ കളരിയിലുണ്ട്. 18 അടവുകളും 12 ചുവടും വെച്ചാണ് സുരേഷിന്റെ നേതൃത്വത്തിലുള്ള കളിസംഘം ഓച്ചിറ പടനിലത്ത് കരയിലും കണ്ടത്തിലുമായി കളി നടത്തുന്നത്. 5 വർഷക്കാലമായി ഞാൻ കളരിയിൽ പഠിക്കുന്നുണ്ട്. ഇനിയും കളരിയിൽ എനിക്ക് തുടരണമെന്നാണ് ആഗ്രഹം. പാട്ടത്തിൽ ആശാൻ പഠിപ്പിക്കുന്നു. ഓച്ചിറ അമ്പലത്തിൽ ഞാനും ഉണ്ട്. ഞാൻ പഠിക്കുന്നത്. ബാബുക്കുട്ടൻ, കിഷോർ, അബി തുടങ്ങിയവരും പാട്ടത്തിൽ സുരേഷിന്റെ കൂടെ കളരി പരിശീലനത്തിന് നേതൃത്വം നൽകുന്നു. ഇനിയുള്ള ദിനങ്ങൾ തീവ്ര പരിശീലനത്തിൻ്റെതാണ്. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് ഓച്ചിറ കളി നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സംസ്ഥാനത്ത് പട്ടയങ്ങൾ ലഭ്യമാകുന്നതിൽ അതിവേഗത്തിലുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നതെന്ന് മന്ത്രി KN ബാലഗോപാൽ കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ പട്ടയ അസംബ്ലി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നവകേരള സദസ്സിലും മുഖ്യമന്ത്രിയുടെ ജില്ലാതല ജില്ലാതല ഉന്നയിക്കപ്പെട്ട പട്ടയ സംബന്ധമായ വിഷയങ്ങളാണ് മുൻഗണനാക്രമത്തിൽ തീർപ്പാക്കുന്നത്. ജില്ലയിലെ കടലോരവാസികളുടെ പട്ടയങ്ങൾ നൽകാനായി 500-ലധികം പേർക്കാണ് നടപടി സഹായകമായത്. പട്ടയം കിട്ടിയവരുടെ ഭൂമിയിൽ വീടുകൾ ഉയരുകയാണ്. അംഗനവാടികൾക്ക് പൊതുസ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങൾ കണ്ടെത്തുകയാണ്. പൊതുവായ ആവശ്യങ്ങൾക്ക് ഭൂമി കിട്ടാൻ പലയിടത്തും പ്രയാസമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മനസ്സോടിത്തിരി മണ്ണ് പദ്ധതി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. സുമനസ്സുകളുടെ ഉദാര സമീപനം ഭൂമിയുടെ ലഭ്യതയ്ക്ക് ഒരു പരിധിവരെ പരിഹാരമാകുന്നുവെന്നതാണ് പ്രധാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭൂസംബന്ധമായ ആവശ്യങ്ങളും പരിഹരിച്ചു വരികയാണ്. നിയമപരമായി സാധ്യതയുള്ള പട്ടയങ്ങൾ പരമാവധി ലഭ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥതല പിന്തുണയും സമയബന്ധിതമായി തുടർ നടപടികളും ഉണ്ടാകണമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇവിടുത്തെ നടപടികളും പഞ്ചായത്ത് മെമ്പർമാരും അവരുടെ വാർഡുകളിലെ പ്രസിഡന്റുമാരും അവരുടെ പഞ്ചായത്തിലെ വാർഡുകളിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ നടപടിക്രമം. അതിലാണ് നമ്മുടെ എടുക്കാവുന്ന കാര്യങ്ങൾ. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുള്ള പകുതിയിലധികം കാര്യങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് MCF സ്ഥലം വേണം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ ആവശ്യമാണ്. അത് അവിടെ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിക്ക് മാത്രമല്ല, വലിയ പഞ്ചായത്ത് അത് അനുവദിച്ചിട്ടുണ്ട്. മറ്റു പഞ്ചായത്തിലും ഇതുപോലെ അനുവദിച്ച കുറെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആവശ്യപ്പെട്ടത്. ഇപ്പൊ അംഗൻവാടിക്ക് സ്ഥലം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആവശ്യം അത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങൾ നടത്തി
പാർട്ടി കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു. 500 പേർക്ക് പട്ടയം കിട്ടുക എന്നൊരു സംഭവമാണല്ലോ. വാസ്തവത്തിൽ നവകേരള സദസ്സിന്റെ സമയത്ത് ഞങ്ങൾ കൊല്ലത്ത് താമസിക്കുന്ന സമയത്ത് മന്ത്രിമാരുടെ കൂടി ആ കടത്തീരത്ത് സന്ദർശിക്കാൻ പോയപ്പോഴും അതിനു മുമ്പത്തെ കാലത്തിൽ ഈ പ്രശ്നം വന്നു. 500 ചില്ലാനം ആളുകൾ പട്ടയം നിൽക്കുക. ഒരിക്കലും ഈ കടത്തീരത്ത് പട്ടയം കൊടുക്കാൻ ഉറപ്പില്ല. ജില്ലാ കളക്ടർ എൻ ദേവിദാസ്, നഗരസഭാ ചെയർമാൻ ഉണ്ണികൃഷ്ണ മേനോൻ, ഡെപ്യൂട്ടി കളക്ടർ ബീന റാണി, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം നമ്മുടെ കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിന്റെ പഞ്ചായത്ത് അസംബ്ലി വൈകിട്ടാണ് 2024 10-ാം മാസം ഒക്ടോബറിൽ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. ഇത്തവണ പെട്ടെന്ന് തുടർന്നാണ്. അതുകൊണ്ട് മാർച്ചിലാണ് ബാക്കിയെല്ലാ മണ്ഡലങ്ങളുടെയും കൊട്ടാര അസംബ്ലി കയറും. തിരക്കുകാരും ഇത് ബഡ്ജറ്റിൻ്റെയൊക്കെ തിരക്കുകാരുമാണ് നമുക്കത് കൂടാൻ സാധിക്കാറുണ്ട്. അത് മാത്രമല്ല, കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിലെ പട്ടയ വിഷയം അധികം ശ്രദ്ധയിൽ വന്നിട്ടില്ല. അതെല്ലാം ഇവിടെ തന്നെ പരിഹരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വലിയ നമുക്ക് സഹായമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ജനകീയമായിട്ട് പരിഗണിക്കപ്പെടുന്ന പട്ടയ വിഷയങ്ങൾ സംബന്ധിച്ചില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ ഉപദ്രവിച്ച കേസിൽ പ്രതി പിടിയിൽ. കരുനാഗപ്പള്ളി സ്വദേശി അൻഷാദിനെയാണ് ശൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോരുവഴിയിൽ അതിഥി തൊഴിലാളികൾക്കൊപ്പം താമസിച്ച് ചായക്കടകളിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. കരുനാഗപ്പള്ളിയിൽ ഭിന്നശേഷിക്കാരനെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ശൂർനാട്ട് മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ ഉപദ്രവിച്ച കേസിലെ പ്രതിയെയാണ് ശൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി മോഷണ കവർച്ചാ കേസുകളിലെ പ്രതിയായ കരുനാഗപ്പള്ളി പടനായർകുളങ്ങര വടക്ക ബിസ്മില്ല മൻസിലിൽ അൻഷാദിനെയാണ് പോലീസ് പിടികൂടിയത്. പോരുവഴിയിൽ അതിഥി തൊഴിലാളികൾക്കൊപ്പം താമസിച്ച് ചായക്കടകളിൽ ജോലിയെടുത്തു വരികയായിരുന്നു ഇയാൾ. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു സംഭവം. സ്ത്രീയുടെ സഹോദരനും ഭാര്യയും ജോലിക്ക് പോയ സമയത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ അൻഷാദിനെ തടഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടു. പിന്നീട് പുത്തൂരിൽ ഇറച്ചിക്കടയിൽ ഇയാൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. തുടർന്നാണ് ഇയാളെ പിടികൂടിയത്. കരുനാഗപ്പള്ളിയിൽ ഭിന്നശേഷിക്കാരനെ കബളിപ്പിച്ച് 3 ലക്ഷം രൂപ തട്ടിയെടുത്ത് മുങ്ങിയതിന് പിന്നാലെയാണ് പോരുവഴിയിൽ പീഡന ശ്രമമെന്ന് പോലീസ് പറഞ്ഞു. അൻഷാദിനെ വളരെ തന്ത്രപരമായിട്ട് തന്നെ പുത്തൂർ പോലീസ് ജയസാറിന്റെ പിടിച്ചിട്ടുള്ളൂ. അതിന് നേതൃത്വം കൊടുത്തത് ശൂന്യ ജോസഫ് യൂണിസാണ്. ഈ പ്രതിക്ക് ഇതിനു മുൻപ് തന്നെ പല പിടിച്ചോറി മോഷണ കേസുകളിലും ഉള്ളതായിട്ട് അറിവായിട്ടുണ്ട്. ഇതിൽ ഹരിപ്പാട്, കായംകുളം, ഓച്ചിറ, കരുനാഗപ്പള്ളി, ചവറ എന്നീ കേസുകളെല്ലാം കവർച്ച ഉൾപ്പെടെയുള്ള കേസുകളാണുള്ളത്. നിലവിൽ ഈ പ്രതിയുടെ രീതി എന്ന് വെച്ചാൽ ഒരു കയറി ഒരു ശ്രമം നടത്തിയിട്ട് വളരെ ഉള്ളിൽ പോയി നിൽക്കുന്നൊരു രീതിയാണ്. ഇന്നലെയാണ് പോലീസിനെ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ കാര്യങ്ങളെല്ലാം നടത്തിയതിനു ശേഷം ഇന്നലെ റിമാൻഡിനുള്ള നടപടിയെല്ലാം സ്വീകരിക്കുന്നതാണ്. ശൂർനാട് SHO ജോസഫ് ലിയോണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. SI ദീപു പിള്ള, പുത്തൂർ SI ജയേഷ്, SIമാരായ രാജേഷ്, ബിൻസിരാജ്, CPO അരുൺരാജ്, ബിജു, ഹോംഗാർഡ് ബാബു എന്നിവരുടെയും പുത്തൂർ സ്റ്റേഷനിലെ GSI മധു OP, CPO രാഹുൽ എന്നിവരുടെയും നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. കരുനാഗപ്പള്ളി, ചവറ, ഹരിപ്പാട്, കായംകുളം, ഓച്ചിറ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ മോഷണ കേസുകൾ നിലവിലുണ്ടെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൈതക്കോട്ട് ഉപയോഗശൂന്യമായ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം ആശങ്ക പരത്തി. കുണ്ടറയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി മൃതദേഹം പുറത്തെടുത്തതോടെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായ മണിയുടെ മൃതദേഹമാണിതെന്ന് സ്ഥിരീകരിച്ചത്. കുണ്ടറ ഇടവട്ടം ഹരിവിലാസത്തിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കരിക്കോട് വാവറ വീട്ടിൽ 58-കാരനായ മണിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ മാസം 25 മുതൽ മണിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി എഴുകോൺ പോലീസിൽ സഹോദരൻ പരാതി നൽകിയിരുന്നു. അന്വേഷണം നടന്നുവരുന്നതിനിടെയാണ് ഉപയോഗയോഗ്യമല്ലാത്ത കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെടുത്തത്. പ്രദേശത്ത് മണിക്ക് ചില സാമ്പത്തിക ഏർപ്പാടുകളുണ്ടായിരുന്നു. പലർക്കും പണം കടം കൊടുത്തിരുന്നതായും പറയുന്നു. വിവാഹബന്ധം ഒഴിഞ്ഞ ശേഷമാണ് മണി വാടക വീട്ടിൽ താമസിക്കാനെത്തിയത്. മണിയുടെ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. എഴുകോൺ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഹരിപ്പാട് CBC വാര്യർ ഫൗണ്ടേഷൻ അവാർഡ് മുൻ MP അഡ്വക്കേറ്റ് CS സുജാതയ്ക്ക് സമ്മാനിക്കും. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 19-ന് ഹരിപ്പാട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ഹരിപ്പാട് CBC വാരിയർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള CBC വാരിയർ ഫൗണ്ടേഷൻ പുരസ്കാരം അഡ്വക്കേറ്റ് CS സുജാതയ്ക്ക് സമ്മാനിക്കും. CPM കേന്ദ്ര കമ്മിറ്റി അംഗം, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി, മുൻ MP, ജില്ലാ പഞ്ചായത്ത് ആദ്യ വനിതാ അധ്യക്ഷ, കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം, ഫിഷറീസ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം, വിവിധ ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹി എന്നിങ്ങനെ വിപുലവും വിസ്തൃതവുമായ പൊതുപ്രവർത്തന മുഖമുള്ള വ്യക്തി എന്ന നിലയിലാണ് CS സുജാതയ്ക്ക് പുരസ്കാരം സമ്മാനിക്കുന്നത്. ബന്ധപ്പെട്ടവർ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ, ഏറ്റവും ജനകീയനായ ഒരു പാർലമെന്റേറിയനും ട്രേഡ് യൂണിയൻ നേതാവും ഒക്കെ ആയിരുന്ന CBC വാരിയറുടെ പേരിലുള്ള അവാർഡ് ഇത്തവണ ശ്രീമതി CS സുജാതയ്ക്കാണ് നൽകുന്നത്. 7ാമത്തെ അവാർഡാണിത്. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ്. സുജാതയെ ആലപ്പുഴക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. മറ്റെല്ലാ മേഖലകളിലും വിദ്യാർത്ഥി പ്രസ്ഥാന കാലം മുതൽ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അന്ന് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. മികച്ച പാർലമെന്റേറിയനായിരുന്നു. മികച്ച പാർലമെന്റേറിയൻ എന്നുള്ള നിലയ്ക്കും ഔട്ട്ലുക്ക് മാസികയൊക്കെ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ന് സമൂഹത്തിൽ വളരെ കാര്യക്ഷമമായി ഫലപ്രദമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന CS സുജാതയ്ക്കാണ് ഇത് നൽകുന്നത്. കശുവണ്ടി തൊഴിലാളി യൂണിയന്റെ നേതൃനിരയിൽ ഉൾപ്പെടെ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. CITUവിന്റെ ദേശീയ കൗൺസിൽ അംഗവുമാണ്. 19 രാവിലെ 10 ഹരിപ്പാട് SNS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാൻ പുരസ്കാരം സമ്മാനിക്കും. സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ഫൗണ്ടേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 19 രാവിലെ 10 ഹരിപ്പാട് SNS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലാണ് സുജാതയ്ക്ക് അവാർഡ് സമ്മാനിക്കുന്നത്. ശ്രീ KN ബാലഗോപാലാണ് പരിപാടിയിൽ പങ്കെടുക്കുക. പിന്നെ ഫിഷറീസ് മന്ത്രിയുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പത്തനാപുരം പുന്നല കടശ്ശേരി ഫോറസ്റ്റ് പരിധിയിൽ ഭീതിയിലാഴ്ത്തി കാട്ടാനക്കൂട്ടം. വൈദ്യുതി വേലി കൊണ്ടും ഫലമില്ല. വനംവകുപ്പ് വൈദ്യുതി വേലിയും കിടങ്ങും സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. വന്യമൃഗങ്ങൾ നാശം വിതയ്ക്കുന്ന കാർഷിക വിളകൾക്ക് നഷ്ടപരിഹാരവുമില്ല. പിന്നെ ഭയങ്കര പേടിയാ. രാത്രിയിലൊക്കെ കേൾക്കുമ്പോഴേ പേടിയാ. ഇവിടെ ഇരിക്കാൻ തന്നെ പേടിയാ. ബുദ്ധിമുട്ടാ ഭയങ്കര. ആരും തന്നെ ഇതിന് വേണ്ടുന്ന ഒരു സജ്ജീകരണങ്ങളും ചെയ്തു തരുന്നില്ല. പത്തനാപുരം പുന്നല കടശ്ശേരി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ തച്ചക്കോട്, പിറമല, പൊട്ടൻകുഴി, പൂങ്കുളഞ്ഞി തുടങ്ങി ജനവാസ മേഖലയിലാണ് ഭീതി പരത്തി ദിവസങ്ങളായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ടുള്ളത്. SFCKയുടെ ഭൂമിയിൽ തച്ചക്കോട്, പൂങ്കുളഞ്ഞി, മാങ്കോട് പ്രദേശങ്ങളിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് SFCKയുടെ റബ്ബർ, കശുമാവ് ഉൾപ്പെടെയുള്ള കൃഷിയും സ്വകാര്യ വ്യക്തികൾക്ക് ഏക്കർ കണക്കിന് പാട്ടത്തിന് നൽകിയിട്ടുള്ള കൈതച്ചക്ക കൃഷിയും സംരക്ഷിക്കാനായി മാത്രമാണെന്നും ആന ഇറങ്ങി വരുന്ന വനാതിർത്തിയിൽ വൈദ്യുതി വേലിയോ കിടങ്ങുകളോ സ്ഥാപിക്കാതെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. SFCK നിർമ്മിച്ച വൈദ്യുതി വേലി ആനകൾ മരം പിഴുതിട്ട് തകർത്ത ശേഷം ജനവാസ മേഖലയിൽ ചക്കയും കൈതച്ചക്കയും തിന്നാനായി എത്തുന്നു. അടുത്തെല്ലാം ഉണ്ട്. അപ്പുറത്ത് വന്നു ഞങ്ങൾ അതിനോട് വന്ന് ആടെയും പിന്നെ പ്ലാവ് കിടന്ന ചക്കകളെല്ലാം വലിച്ചു പറിച്ച് തിന്ന് കവുങ്ങും തടിയെല്ലാം കുത്തി വെട്ട്. ഇല്ല, മൂത്ത മോളെയൊക്കെ ഭയങ്കര പേടിയൊക്കെയാ. പറയുമ്പോഴേ പേടിയാ. കഴിഞ്ഞ ആഴ്ച 2-3 ദിവസത്തിന് മുമ്പേ ഇവിടെ വെച്ചൊരു കൊച്ചു ഇറക്കനെ ചാടിക്കുകയൊക്കെ ചെയ്തു. അവൻ പേടിച്ചോടി. കിട്ടുന്നുണ്ടോ നമുക്കറിയത്തില്ല. നമ്മളിവിടെ വരെ വരുന്നുണ്ട്. ഇവിടെ പള്ളിയിലൊന്നും വരുന്നുണ്ട്. അല്ല അങ്ങ് പോകുന്നൊന്നുമില്ല. ആനകളെ തുരത്തി ഉൾവനത്തിലേക്ക് വിടാൻ അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ പ്രദേശവാസികൾ ശബ്ദമുണ്ടാക്കിയും പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയും തുരത്തിയെങ്കിലും വനമേഖലയോട് ചേർന്ന ജനവാസ മേഖലയിൽ തന്നെ ഇവ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് കൂട് സ്ഥാപിച്ച് പുലി അകപ്പെട്ട പ്രദേശത്തിനടുത്തായാണ് ഇപ്പോൾ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുള്ളത്. SFCK തൊഴിലാളി കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ താമസിക്കുന്ന സ്ഥലമാണിവിടെ. കാർഷിക വിളകൾ ഒന്നുപോലും ഇല്ലാതെ നശിപ്പിക്കുന്നതിനാൽ കർഷകരും ദുരിതത്തിലാണ്. വന്യമൃഗങ്ങൾ കാർഷിക വിളകൾ നശിപ്പിച്ചാൽ ഓഫീസുകൾ കയറിയിറങ്ങി സമയം കളയുന്നതല്ലാതെ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജനവാസ മേഖലയായ തച്ചക്കോട്, ചാച്ചിപ്പുന്ന, മാങ്കോട് പ്രധാന റോഡിൽ തച്ചക്കോട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു. ആനക്കൂട്ടത്തിന് മുന്നിൽപ്പെട്ട ഇരുചക്രവാഹന യാത്രികരടക്കം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന പാതയിലാണ് കാട്ടാനക്കൂട്ടം മിക്ക ദിവസങ്ങളിലും എത്തുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തോട്ടം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഇവിടെ കാട്ടാന, പുലി, പന്നി, കാട്ടുപോത്ത്, കേഴ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. വന്യമൃഗത്തിന്റെ എന്ന് പറയുമ്പോൾ ആന ഇതുവരെ ഇവിടെ ഇല്ലാതിരുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നിത്യമായിട്ട് ആന ഇവിടെ ഈ ഏരിയയിൽ ഇങ്ങനെ
ഇറങ്ങിക്കൊണ്ടിരിക്കുക. ദിവസവും ആളുകളിങ്ങനെ ഓടിച്ചു വിടുന്നു. പിന്നെ പന്നി ഒരു വഴിക്കൂട്, മയിൽ, പിന്നെ അതുപോലെ മലയണ്ണാന്, കുരങ്ങ്, ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ്. നമ്മൾ ഒരു കൃഷിയും ചെയ്ത് ജീവിക്കാനൊക്കാത്ത ഒരു സാഹചര്യമായിരുന്നു നമ്മൾക്ക് ഇവിടെ ഉണ്ടാകുന്നത്. ഈ ഭാഗത്ത് നമ്മൾ ഈ പറയുമ്പോൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഫോറസ്റ്റോ അല്ലെ കൃഷി വകുപ്പോ അതല്ല എന്നുണ്ടെന്ന് വരില്ല പഞ്ചായത്തോ ആരും തന്നെ ഇതിന് വേണ്ടുന്ന ഒരു സജ്ജീകരണങ്ങളും ചെയ്തു തരുന്നില്ല. വൈദ്യുതി വേലികളും കിടങ്ങുകളും നശിപ്പിച്ചതാണ് പകലും രാത്രിയുമായി വന്യജീവികൾ ജനവാസ മേഖലയിലെത്താൻ കാരണമാകുന്നത്. വനം വകുപ്പും സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനും ഉൾപ്പെടെയുള്ള അധികൃതർ വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതായത് കഴിഞ്ഞ ദിവസം ഈ ആ ജംഗ്ഷൻ്റെ അപ്പുറത്തെ എൻ്റെ വീടിൻ്റെ രണ്ടാമത്തെ വീടിൻ്റെ മുറ്റത്തൂടെ വന്ന് ആ പ്ലാവ് ഒലിക്ക് നേരെ വയലിലിറങ്ങി അവിടുന്ന് മേളിൽ കൂടെ വന്നിട്ട് ഇവിടെ വന്ന് ഈ ഒറ്റാനക്കുഴി വന്ന് ഇന്നലെ നമ്മുടെ ലീലമ്മയുടെ പ്ലാവ് ഒരെണ്ണം തെള്ളി ഇട്ടിട്ട് അതിൻ്റെ ചക്കയും പറിച്ചിട്ട് ആ പ്ലാവ് അവിടെ കിടപ്പുണ്ട്. ഇന്നലെ വൈകിട്ടത്തെ കാര്യം അത്. ദിവസവും ഉണ്ട്, ഒരു ദിവസം ഇല്ലാഴിയല്ല. പിന്നെ അവർ ഈ സോളാർ വലിക്കുന്നുണ്ട്. രക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ അവരിപ്പം സ്റ്റാർട്ടിങ് മിനിഞ്ഞാന്ന് 4-ാം നാളെ ഇടാൻ തുടങ്ങിയത്. എന്നിട്ട് അതിൻ്റെ ഒരു കമ്പിയം കണ്ടത് എടുത്തിട്ട് കയറിയെന്നാണ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുണ്ടറയിൽ നിയന്ത്രണം വിട്ട കാറ് മത്സ്യവ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറിയ അപകടം. കുണ്ടറ പള്ളിമുക്ക് ഗുരുമന്ദിരത്തിന് സമീപമാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കുണ്ടറ പള്ളിമുക്ക് ഗുരുമന്ദിരത്തിന് സമീപമാണ് നിയന്ത്രണം വിട്ട കാറ് മത്സ്യവ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചുകയറി അപകടമുണ്ടായത്. ബുധനാഴ്ച പുലർച്ചെ 12:45 അപകടം. പുലർച്ചെയായതിനാൽ റോഡരികിലും സ്ഥാപനത്തിലും ആരുമില്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. കാറിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മുക്കട ഭാഗത്തു നിന്നും വന്ന വാഹനം നിയന്ത്രണം വിട്ട് അഷ്ടമുടി ഫിഷ് സ്റ്റാളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇളമ്പള്ളൂരിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു വാഹനത്തിൽ തട്ടിയതിനു ശേഷം നിർത്താതെ വന്നതായിരുന്നു വാഹനമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കുണ്ടറ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ചത്തിയറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപക മാനേജറും KPCC അംഗവും താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കൊപ്പാറ എസ് നാരായണൻ നായർ സ്മാരക അവാർഡ് സമർപ്പണം നടത്തി. അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. പടയണി കലാകാരൻ പ്രൊഫസർ കടമ്മനിട്ട വാസുദേവൻ പിള്ളയ്ക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. ചത്തിയറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപക മാനേജരും KPCC അംഗവും ദീർഘകാലം താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കൊപ്പാറ എസ് നാരായണൻ നായരുടെ 16ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കൊപ്പാറ എസ് നാരായണൻ നായർ സ്മാരക അവാർഡും സമ്മാനിച്ചു. കലാ, സാഹിത്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കായി സ്കൂൾ സ്റ്റാഫ് അസോസിയേഷനാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. പടയണി കലാകാരനും സാഹിത്യകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ കടമനിട്ട വാസുദേവൻ പിള്ളയ്ക്ക് അവാർഡ് സമ്മാനിച്ചു. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത, മുൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ K. ജയകുമാർ എന്നിവർ ഏർപ്പെടുത്തിയ അവാർഡുകളുടെ വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. അനുസ്മരണ സമ്മേളനം കവി വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു. ഉദാസീനഭാവത്തിൽ ആ കണ്ണിനെഴുതി ഇളകുമാച്ചിലികൾ വീണ്ടും കറുപ്പിച്ച് നെറ്റിയിൽ അഞ്ചരം ചാർത്തി വിടരുന്ന പുഞ്ചിരിനാളം കൊളുത്തി വിളിക്കുന്നുണ്ട്. പ്രകൃതി വയ്ക്കാൻ വരകൻ അരികത്തിരുന്നു സന്ധ്യാലക്ഷ്മി കീർത്തനം പോലെ ലളിതശുഭകമായി എന്തെങ്കിലും നല്ല 4-5 വാക്കുകൾ ഓതിരിവരുക. കരുതി നാളെ ഇല്ല നമുക്കായൊരു സന്ധ്യ. PTA പ്രസിഡന്റ് B. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ V. ലക്ഷ്മി സ്വാഗതം പറഞ്ഞു. പ്രഥമാധ്യാപിക AK. ബബിത അനുസ്മരണം നിർവഹിച്ചു. സ്കൂൾ മാനേജർ KN. ഗോപാലകൃഷ്ണൻ അനുമോദനവും അവാർഡ് സമർപ്പണവും നിർവഹിച്ചു. എന്റെ മൂത്തവൻ 12 വയസ്സുള്ള മനുവുമായിട്ട് അന്ന് ഇവിടെ ജില്ലാ യുവജന സമ്മേളനം നടക്കുക.
അവൻ മൃദംഗം കൊടുക്കുന്നുണ്ടായിരുന്നു. മൃദംഗത്തിലൂടെ 1ാം സ്ഥാനം കിട്ടി, സംസ്ഥാനത്തും 1ാം സ്ഥാനം കിട്ടി. പിന്നെ വരുന്നത് ഒരു മീറ്റിംഗ് പ്രസംഗിക്കും, വാർഷികം. അന്ന് പുതുശ്ശേരി ആനന്ദ സാറുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ KN അനിൽകുമാർ, KN അജിത് കുമാർ എന്നിവർ ചേർന്ന് കുട്ടികൾക്കുള്ള അവാർഡുകൾ സമ്മാനിച്ചു. PV ഹരികുമാർ, R ദീവ, KN അശോക് കുമാർ, KN കൃഷ്ണകുമാർ, B സിന്ധു, V രാമചന്ദ്രക്കുറുപ്പ്, ശ്രീരഞ്ജിനി S, R ശിവപ്രകാശ്, അമ്പിളി S എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മുഖത്തല സ്വദേശിനെ പീഡിപ്പിച്ച കേസിൽ പുന്തലത്താഴം ESI ജംഗ്ഷന് സമീപം താമസിക്കുന്ന അമ്പാടിയെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. മുഖത്തല സ്വദേശിയായ 17-കാരിയെ പീഡിപ്പിച്ച കേസിലാണ് പുന്തലത്താഴം ESI ജംഗ്ഷന് സമീപം താമസിക്കുന്ന അമ്പാടിയെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാവിലെ സ്കൂളിലേക്ക് പോവുകയാണെന്നും പറഞ്ഞിറങ്ങിയ വിദ്യാർത്ഥിനി സ്കൂളിൽ ചെന്നില്ല. തുടർന്ന് അധ്യാപകർ വീട്ടിൽ അന്വേഷിച്ചു. രക്ഷിതാക്കളും അന്വേഷണം നടത്തി. മുഖത്തല ESI ജംഗ്ഷനിൽ താമസിക്കുന്ന അമ്പാടി കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതായി വിവരം ലഭിക്കുകയായിരുന്നു. തുടർന്ന് രക്ഷിതാക്കൾ കൊട്ടിയം പോലീസിൽ വിവരമറിയിച്ചു. SHO അനൂപിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി. കൊട്ടിയം SI നിതിൻ നളന്റെ നേതൃത്വത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ 19-കാരൻ അറസ്റ്റിൽ. ചടയമംഗലത്താണ് സംഭവം. അയത്തിൽ തെക്കേക്കാവ് ക്ഷേത്രത്തിന് സമീപം വയലിൽ പുത്തൻ വീട്ടിൽ സജീറാണ് പിടിയിലായത്. കഴിഞ്ഞ 5-ാം തീയതി ഇയാൾ പെൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. കൊല്ലത്ത് നിന്നും ട്രെയിൻ മാർഗം കോട്ടയം, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പെൺകുട്ടിയുമായി കറങ്ങി നടന്നാണ് പീഡനം നടത്തിയത്. ആന്ധ്രാപ്രദേശിൽ ലോഡ്ജിൽ റൂമെടുത്ത് താമസിക്കുകയും ചെയ്തു. തുടർന്ന് പെൺകുട്ടിയുടെയും ഇയാളുടെയും ഫോണുകൾ പല സ്ഥലങ്ങളിലായി വിറ്റു. ശേഷം റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും നിൽക്കുന്നവരുടെ ഫോണുകൾ വാങ്ങി സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടു. ഇയാളുടെ സുഹൃത്തുക്കളെ നിരീക്ഷിച്ചു വന്ന ചടയമംഗലം പോലീസ് ഒരു സുഹൃത്തിനെ വിളിച്ചു വരുത്തുകയും തുടർന്ന് സുഹൃത്ത് വഴി ഇയാളോട് കോട്ടയത്തെത്തുവാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. കോട്ടയത്ത് വന്ന പെൺകുട്ടിയും യുവാവും ട്രെയിൻ മാർഗം കൊല്ലത്തെത്തിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കാർ വാഷിംഗ് തൊഴിലാളിയായ യുവാവ് പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം വഴി 1 വർഷത്തിനു മുമ്പ് പരിചയത്തിലാവുകയും പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു. പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ ചടയമംഗലം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വളരെ നാടകീയമായി പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപം ഇടക്കുളങ്ങര പുള്ളിമാൻ ജംഗ്ഷൻ റോഡിലെ ലെവൽ ക്രോസിൽ അടിപ്പാത നിർമ്മിക്കും. ഇതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ആദ്യഘട്ടമായി വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുമെന്ന് KC വേണുഗോപാൽ MP അറിയിച്ചു. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ വടക്ക് ഇടക്കുളങ്ങര പുള്ളിമാൻ ജംഗ്ഷൻ റോഡിലെ ലെവൽ ക്രോസിൽ അടിപ്പാത നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ റെയിൽവേ തുടങ്ങിയതായി KC വേണുഗോപാൽ MP അറിയിച്ചു. ആദ്യഘട്ടം എന്ന നിലയിൽ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കും. അടിപ്പാത നിർമ്മിക്കുമ്പോൾ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കും. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാകും DPRന് അന്തിമ രൂപം നൽകുകയെന്ന് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർ അറിയിച്ചതായി MP പറഞ്ഞു. ഈ ഭാഗത്തെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ലെവൽ ക്രോസിന് സമീപം അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് KC വേണുഗോപാൽ MPയും CR മഹേഷ് MLAയും റെയിൽവേക്ക് നേരത്തെ നിവേദനം നൽകിയിരുന്നു. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന ലെവൽ ക്രോസ് ആയതിനാൽ ഈ ഭാഗത്ത് ഗേറ്റ് നിരന്തരം അടച്ചിടേണ്ടി വരുന്നു. ഇതുകാരണം പല സമയത്തും അത്യാസന്ന നിലയിലായ രോഗികളെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കാറില്ല. ഇതിനെല്ലാം പരിഹാരം എന്ന നിലയിലാണ് ഗതാഗതം സാധ്യമായ തരത്തിലുള്ള അടിപ്പാത നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് നടത്തണം. 2024 ഡിസംബർ 31 വരെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കളാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 4 വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് പുനലൂരിൽ പൗരസ്വീകരണം നൽകി. കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. മെയ് 5 കാസർഗോഡ് നിന്നും ആരംഭിച്ച ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്കാണ് പുനലൂരിൽ സ്വീകരണം നൽകിയത്. കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദുവാണ് ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്.
സ്വീകരണത്തിന് മുന്നോടിയായി ആശാഭരിതം എന്ന തെരുവു നാടകവും അവതരിപ്പിച്ചു. സ്വീകരണ സമ്മേളനം സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ ആസാദ് ഉദ്ഘാടനം ചെയ്തു. വാസ്തവത്തിൽ കാസർഗോഡ് മെയ് 5 പരിപാടി ആരംഭിക്കുമ്പോൾ എന്താണ് ഈ സമരയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് രാധാകൃഷ്ണൻ, എം.എ. ബിന്ദു, മറ്റുള്ളവരും ആളുകളോട് പറയുകയായിരുന്നു. പക്ഷേ പുനലൂർ എത്തുമ്പോഴേക്കും ആളുകൾ അവരോട് പറയുകയാണ് എന്ത് രീതി തുടരണമെന്ന്. ആ രീതിയിലേക്ക് സമരയാത്ര നടത്തുന്നവരെക്കാൾ സമരത്തിൻ്റെ പ്രസക്തിയും സമരത്തിൻ്റെ അനിവാര്യതയും അതിൻ്റെ ലക്ഷ്യവും ഒക്കെ തിരിച്ചറിയുന്നവരായി നമ്മുടെ നാട്ടിലെ പൊതുസമൂഹം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ മാറ്റം, മറ്റൊരു സമരത്തിനും കൈവരിക്കാനാവാത്ത വലിയൊരു മാറ്റം ഈ സമരം ഉണ്ടാക്കി തീർച്ചിട്ടുണ്ട്. സമരം ഇത് മനസ്സിലാവാത്തത് കേരളത്തിലെ ഭരണവർഗത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അവർക്ക് മാത്രം അവർ പിടിച്ച പിടിയിൽ നിൽക്കുകയാണ്. വാസ്തവത്തിൽ ഈ സമരം തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ ഒത്തുനിൽക്കാൻ കഴിയുമായിരുന്നൊരു സമരമാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ സാമ്പത്തിക പരാധീനത കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ, ബാക്കി നമുക്ക് ചെയ്യാം, ഇപ്പോൾ ഇത് കൊണ്ട് നിങ്ങൾ സമരം നിർത്തണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ മര്യാദയുടെ ഭാഷയിൽ അത് അന്ന് നിർത്താമായിരുന്നൊരു സമരത്തെ വലിച്ചു നീട്ടി ഇവിടം വരെ എത്തിച്ചിരിക്കുകയാണ്. സ്വാഗത സംഘം ചെയർമാൻ CB വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. K. മഹേഷ് സ്വാഗതവും H. ഹസീന നന്ദിയും പറഞ്ഞു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുനാഗപ്പള്ളി നഗരസഭയിൽ ശുചീകരണ തൊഴിലാളികളെ പിരിച്ചുവിട്ടു. നടപടിയിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ പണിമുടക്കി. മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലായിരുന്നു സൂചനാ പണിമുടക്ക്. മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ ഉപദ്രവിച്ചു. കേസിൽ പ്രതി പിടിയിൽ. കരുനാഗപ്പള്ളി സ്വദേശി അൻഷാദിനെയാണ് ശൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ്. പത്തനാപുരം പുന്നല കടശ്ശേരി ഫോറസ്റ്റ് പരിധിയിൽ ഭീതിയിലാഴ്ത്തി കാട്ടാനക്കൂട്ടം. വൈദ്യുതി വേലി കൊണ്ടും ഫലമില്ല. വൈദ്യുതി വേലിയും കിടങ്ങും സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. വന്യമൃഗങ്ങൾ നാശം വിതയ്ക്കുന്ന കാർഷിക വിളകൾക്ക് നഷ്ടപരിഹാരവുമില്ല. മുഖത്തല സ്വദേശിനിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പുന്തലത്താഴം സ്വദേശി അമ്പാടിയെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ 19കാരൻ ചടയമംഗലത്ത് അറസ്റ്റിൽ. അയതൽ സ്വദേശി സജീറാണ് പിടിയിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.